ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. പത്താം ക്ലാസ് 12ാം ക്ലാസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകൾക്ക് വേണ്ടി ആദരവ് സദസ്സ് സംഘടിപ്പിച്ച് PV മോഡൽ സ്കൂൾ. രാജ്യസഭാ എംപിയും സ്കൂൾ ചെയർമാനുമായ PV അബ്ദുൽ വഹാബ് ആദരവ് സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പൈസയുള്ള കുട്ടികളും സാധാരണക്കാരായ കുട്ടികൾ അപ്രാപ്യമായ ഒരു സ്കൂൾ ഇവരുമായി തുടങ്ങുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. അന്ന് ഞാൻ വിചാരിച്ചത് ആദ്യമായിട്ട് എൻ്റെ മക്കളെ പറ്റിയായിരുന്നു. ഇന്നത്തെ പോലെ പശ്ചിമേഷ്യയിൽ സംഘർഷഭരിതമായ സാഹചര്യമാണ് 1990കളിൽ ഉണ്ടായിരുന്നു. ഇതിലും രൂക്ഷമായിരുന്നു. അന്ന് എൻ്റെ അവിടെ പഠിക്കുന്ന കുട്ടികൾ എങ്ങനെ നിലമ്പൂരിൽ കൊണ്ടുവരണം, ഇന്ത്യയിൽ കൊണ്ടുവരണം, കേരളത്തിൽ കൊണ്ടുവരണം, നിലമ്പൂരിൽ കൊണ്ടുവരുന്നത് ആലോചിച്ചപ്പോഴാണ് സ്കൂളുകളെ പറ്റി അന്വേഷണം തുടങ്ങിയത്. അപ്പോൾ അവർ വിദ്യാഭ്യാസം തുടങ്ങിയത് UAE-യിലാണെങ്കിലും ഇവിടെ മടങ്ങി വരുമ്പോൾ അത്യാവശ്യം നല്ല സ്കൂളാകണമെന്ന് സ്വാഭാവികമായി ആരും ചിന്തിച്ചു പോകുന്നു. ഈ വർഷത്തെ 10ാം ക്ലാസ് 12ാം ക്ലാസ് പരീക്ഷകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ഒരേ വേദിയിൽ അഭിനന്ദിക്കുന്നതിനു വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ടോപ്പേഴ്സ് മീറ്റിൽ ഉന്നത വിജയം നേടിയ 66 വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. ആദരവ് ഏറ്റുവാങ്ങാനെത്തിയ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളായിരുന്നു പരിപാടിയിലെ പ്രത്യേക ക്ഷണിതാക്കൾ. PV മോഡൽ സ്കൂളിന്റെ സ്ഥാപക പ്രിൻസിപ്പൽ പ്രൊഫസർ ബാലകൃഷ്ണൻ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നിലമ്പൂരിൽ സാധാരണക്കാർക്ക് വേണ്ടി ഒരു വിദ്യാലയം എന്ന തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചതിന്റെ തെളിവാണ് ഉന്നത വിജയം നേടി സദസ്സ് നിറഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളെന്ന് PV അബ്ദുൽ വഹാബ് MP പറഞ്ഞു. ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ PV മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ മികച്ച കരിയർ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. PV മോഡൽ സ്കൂൾ എന്ന വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുമ്പോൾ അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും അതിന് ആഴത്തിലുള്ള വേരുകൾ നൽകുകയും ചെയ്ത പ്രൊഫസർ ബാലകൃഷ്ണനെ PV അബ്ദുൽ വഹാബ് MP വേദിയിൽ ആദരിച്ചു. സ്കൂളിലെ സീനിയർ അധ്യാപിക സാജിദ സ്വാഗതം പറഞ്ഞു. സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ കോർഡിനേറ്റർ ഊർമിള പത്മനാഭൻ പ്രസംഗിച്ചു. PV അബ്ദുൽ വഹാബ് MP, പ്രൊഫസർ ബാലകൃഷ്ണൻ, സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ്, സ്കൂൾ മാനേജറും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറുമായ PV അലി മുബാറക്, സ്കൂൾ കോർഡിനേറ്റർ ഊർമിള പത്മനാഭൻ എന്നിവർ ചേർന്ന് 66 വിദ്യാർത്ഥികളെ വേദിയിൽ ആദരിച്ചു. 10ാം ക്ലാസ് പരീക്ഷയിൽ 500-ൽ 499 മാർക്ക് നേടിയ ഫാത്തിമ ദിൽഷയ്ക്ക് പ്രത്യേക ഉപഹാരം PV അബ്ദുൽ വഹാബ് MP നൽകി. 11ാം ക്ലാസ് സയൻസ് വിഭാഗത്തിൽ നിലവിലുള്ള മുഴുവൻ സീറ്റുകളിലേക്കും അഡ്മിഷൻ പൂർത്തിയായതായും രക്ഷിതാക്കളുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് അടുത്ത വർഷം 11ാം ക്ലാസ്സിൽ കൂടുതൽ സീറ്റ് അനുവദിക്കുന്നത് പരിഗണിക്കുമെന്നും PV അബ്ദുൽ വഹാബ് MP പറഞ്ഞു. സീനിയർ സെക്കൻഡറി കോർഡിനേറ്റർ ശ്വേത ചടങ്ങിൽ നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഡീപോൾ ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡീപോൾ കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.